ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇറാനെ നേരിടുന്നതിനായി നയതന്ത്രം, സാമ്പത്തിക ഉപരോധം, സൈനിക നടപടി എന്നീ 3 സാധ്യതകളെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി ചർച്ച ചെയ്തതായാണ് വിവരങ്ങൾ. സിറിയയിലെയും ലെബനനിലെയും ഇസ്രായേൽ സൈനിക നടപടികൾ ട്രംപിനുള്ള അതൃപ്തി മറികടക്കാൻ മാപ്പുകൾ ഉപയോഗിച്ച് വിശദീകരണം നടത്താനും നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്കിടെ ശ്രമം നടത്തി. 90 മിനിറ്റോളമാണ് ഓവൽ ഓഫീസിൽ ഇരു നേതാക്കളും ചർച്ച നടത്തിയത്. സൈനിക നടപടിക്കായി നെതന്യാഹു ട്രംപിനുമേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും മറിച്ച് ഇറാന്റെ കാര്യത്തിൽ മുന്നിലുള്ള 3 പ്രധാന വഴികളെക്കുറിച്ചുള്ള ഒരു ആശയ കൈമാറ്റം മാത്രമാണ് നടത്തിയതെന്നും വിവരങ്ങളുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികളെ നിയന്ത്രിക്കുന്നതിനായി ഒരു പുതിയ കരാറിലെത്തുക എന്നതാണ് ആദ്യം പരിഗണിക്കേണ്ടത്. രണ്ടാമതായി സാമ്പത്തികവും ഉപരോധവും വഴിയുള്ള സമ്മർദ്ദമാണ്. പുതിയ കരാറുകൾ ഇല്ലാതെ തന്നെ ഉപരോധങ്ങൾ ശക്തമാക്കിയും ഇറാന്റെ തുറമുഖങ്ങൾ ഉപരോധിച്ചും സാമ്പത്തികമായി ഞെരുക്കണം. 3-ാം ഘട്ടമായി ഇറാനെതിരെ വീണ്ടും ശക്തമായ സൈനിക നടപടി ആരംഭിക്കുമെന്നും ഇസ്രായേലി ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഇറാനെതിരായ ആക്രമണം പുനരാരംഭിക്കാൻ ട്രംപിനെ സമ്മതിപ്പിക്കാനാണ് നെതന്യാഹു വാഷിംഗ്ടണിൽ എത്തിയതെന്ന വ്യാജ പ്രചാരണം ഉദ്യോഗസ്ഥർ തള്ളി. അന്തിമ തീരുമാനം ട്രംപിന്റേതാണെങ്കിലും ഇറാൻ ഇസ്രായേലിനെ ആദ്യം ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ അമേരിക്കയുടെ പച്ചക്കൊടിക്കായി ഇസ്രായേൽ കാത്തുനിൽക്കില്ലെന്ന് നെതന്യാഹു അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ കാരണം ഇന്ധനവില ഉയരുന്നതിലും അമേരിക്കൻ ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ആഘാതത്തിലും ട്രംപ് ആശങ്ക പ്രകടിപ്പിച്ചു. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് കടലിടുക്ക് ബാക്കിയുള്ള അവസാന പിടിവള്ളിയാണെന്നും ഇതുപയോഗിച്ച് വിലപേശാൻ അവരെ അനുവദിക്കരുതെന്നും നെതന്യാഹു പറഞ്ഞു. കഴിഞ്ഞ 4 മാസമായി അമേരിക്കയും ഇസ്രായേലും ഇറാനുമേൽ ചെലുത്തിയ സമ്മർദ്ദത്തെ ചെറുത്തുനിൽക്കാൻ ഇറാനു കഴിഞ്ഞതായി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഇറാൻ വളരെ ദുർബലമാണെന്നും കനത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ അവകാശപ്പെട്ടു. അവിടെ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇറാനിലെ വിലക്കയറ്റം 90% അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇറാന്റെ ആയുധശേഷിയിലും ഗണ്യമായ കുറവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇസ്രായേലിന്റെ വാദം. യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന 10,000-കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളിൽ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടുവെന്നും ഇപ്പോൾ ഏകദേശം 1,500 എണ്ണം മാത്രമേ ഇറാന്റെ പക്കലുള്ളൂ എന്നും ഇസ്രായേൽ വിലയിരുത്തുന്നു. പുതിയത് നിർമ്മിക്കാൻ ഇറാന് ശേഷിയില്ലെന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ആഴ്ചകളോളം നീണ്ട നയതന്ത്ര പരിശ്രമങ്ങൾക്കൊടുവിലാണ് നെതന്യാഹുവിന് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണം ലഭിച്ചത്. മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാതെ തികച്ചും രഹസ്യ സ്വഭാവത്തോടെയായിരുന്നു കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത്. സാധാരണ നയതന്ത്ര പ്രോട്ടോകോളുകളിൽ നിന്ന് വ്യത്യസ്തമായി വൈറ്റ് ഹൌസിന്റെ പാർശ്വകവാടത്തിലൂടെയാണ് നെതന്യാഹു അകത്തു കയറിയത്. ഉഭയകക്ഷി ചർച്ചകളിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റ് എന്നിവരും പങ്കെടുത്തിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഭിന്നമായ സന്ദേശങ്ങളാണ് ഇരുപക്ഷത്തു നിന്നും പുറത്തുവന്നത്. കൂടിക്കാഴ്ച മികച്ചതായിരുന്നു എന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലെവിറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചപ്പോൾ തങ്ങൾ തമ്മിൽ നടന്ന ഏറ്റവും മികച്ച ചർച്ചകളിൽ ഒന്നാണിതെന്ന് നെതന്യാഹു പ്രതികരിച്ചു. എന്നാൽ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചോ ചർച്ച ചെയ്ത വിഷയങ്ങളെക്കുറിച്ചോ ട്രംപ് ഔദ്യോഗികമായി കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല. മേഖലയിലെ സൈനിക നടപടികളിലും നയതന്ത്ര സമീപനങ്ങളിലും ഇരു നേതാക്കളും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചു വരുന്നതിന്റെ സൂചനയായാണ് വിദേശകാര്യ നിരീക്ഷകർ ട്രംപിന്റെ ഈ മൗനത്തെ വിലയിരുത്തുന്നത്. പശ്ചിമേഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് മുൻപും പലതവണ ട്രംപ് നെതന്യാഹുവിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. US-ഇറാൻ വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥയായിരുന്നു ലെബനനിലെ വെടിനിർത്തൽ. അത് ലംഘിച്ച ഇസ്രായേൽ ലെബനനിൽ സൈനിക നടപടി തുടരുന്നതാണ് അന്ന് ട്രംപിനെ ചൊടിപ്പിച്ചത്. നവംബറിൽ US-ൽ ഇടക്കാല തെരഞ്ഞെടുപ്പും ഒക്ടോബറിൽ ഇസ്രായേലിൽ പൊതുതെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ ഇറാൻ വിഷയത്തിൽ നീക്കുപോക്കുണ്ടാകേണ്ടത് ഇരുവരെ സംബന്ധിച്ചും നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.